അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരർ നടത്തിയ അതിക്രൂരമായ ഭീകര ആക്രമണം ടൂറിസ്റ്റുകൾക്ക് നേരെ സമാധാനത്തിലും സന്തോഷത്തിലും ഏറെ ആഹ്ലാദത്തിലും ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങൾ ആഘോഷിക്കാനെത്തിയവർക്ക് നേരെ നടത്തിയ അതിക്രൂരമായ ഭീകര ആക്രമണം, അതിൽ പൊലിഞ്ഞ ജീവനുകൾ, അതിൽ ഉണ്ടായ മുറിവ് ഉണങ്ങുന്നതിന് മുമ്പ് ഇന്ത്യ അതിന് തക്കതായ ഭാഷയിൽ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അതിർത്തിയിൽ അതിതീവ്രമായ യുദ്ധസന്നാഹങ്ങളും ജാഗ്രതയോടെയുള്ള ഭീകരതയ്ക്കെതിരെയുള്ള ഇടപെടലുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ രാജ്യത്ത് സമാധാനവും രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഐക്യവും ഉണ്ടാകട്ടെ, യുദ്ധത്തിൻ്റെ കെടുതികൾ വേഗത്തിൽ അവസാനിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. കാരണം യുദ്ധം ഒരിക്കലും ലോകത്ത് സന്തോഷം നിലനിർത്തുന്ന ഒരു പ്രവണതയല്ല. അതിലൂടെ ഉണ്ടായിത്തീരുന്ന കെടുതികൾ എത്രയോ വർഷങ്ങൾ ഉണങ്ങാത്ത മുറിവായി നിലനിൽക്കുക തന്നെ ചെയ്യും. ഭീകരതയ്ക്ക് എതിരെയുള്ള ഇന്ത്യയുടെ ഇടപെടൽ ശ്ലാഘനീയമാണ്. ഭീകര കേന്ദ്രങ്ങൾ തിരഞ്ഞുപിടിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പുകളും ഭീകരതയ്ക്കെതിരെയുള്ള ഒറ്റക്കെട്ടായ രാജ്യത്തിൻ്റെ ഏക മനസ്സാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ 9 ഭീകരരുടെ കേന്ദ്രങ്ങൾ തിരഞ്ഞുപിടിച്ചുകൊണ്ട് അത് നശിപ്പിക്കാനും അതിലൂടെ ഒരുപാട് ഭീകരരെ ഈ ലോകത്തിന് തുടച്ചു നീക്കാനും സാധിച്ചത് ഏറെ സന്തോഷം പകരുന്ന കാര്യം തന്നെയാണ്. എങ്കിലും അതിലൂടെ ഒരു നിരപരാധി പോലും, ഒരു സിവിലിയൻസിന് പോലും പരിക്കു പറ്റാതെ, ജീവൻ പൊലിയാതെ ഉണ്ടായി എന്നത് നമുക്ക് ഏറെ സന്തോഷിക്കാവുന്ന ഇടമാണ്. ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സൈന്യം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ പ്രകാരം, അറിയിപ്പുകൾ പ്രകാരം ആ ഒരു ഓപ്പറേഷനിൽ ഒരു നിരപരാധി പോലും കാലയവനികക്കുള്ളിൽ മറഞ്ഞില്ല എന്നതാണ്. എത്രമാത്രം പ്ലാൻഡോടുകൂടെയാണ് ആ ഒരു ഓപ്പറേഷൻ നടന്നിരിക്കുന്നത് എന്നതാണ്. ഒരു ബിഗ് സല്യൂട്ട് നമ്മുടെ സൈന്യത്തിന് നമുക്ക് നൽകാൻ സാധിക്കും. ഇപ്പോൾ വ്യോമ മേഖലയിലും കരമേഖലയിലും എല്ലാം നിരന്തരമായി രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് എത്രയും പെട്ടെന്ന് ഇതെല്ലാം അവസാനിച്ച് ഭീകരതയ്ക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ ഇരു രാജ്യങ്ങളും ഒരേ മനസ്സോടുകൂടെ ഒരു സമവായ ചർച്ചയിൽ ഏർപ്പെടുകയും ഭീകരർക്ക് ഞങ്ങളുടെ രാജ്യത്ത് ഒരു തരത്തിലുമുള്ള അഭയവും ഉണ്ടായിരിക്കുകയില്ല, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ മനസ്സും സപ്പോർട്ടും അവർക്കുണ്ടായിരിക്കുകയില്ല, ഞങ്ങളുടെ രാജ്യത്ത് അത്തരത്തിലുള്ള ഭീകരരുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കുകയും അവരുടെ സംഘടന നിരോധിക്കുകയും അത്തരത്തിലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുകയും തക്കതായ മാന്യമായ അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള ശിക്ഷയും കൊടുക്കുമെന്ന് പാകിസ്ഥാൻ തീരുമാനിച്ചാൽ ഇന്ത്യൻ സർക്കാരും ഒപ്പം നമ്മുടെ രാജ്യത്ത് ഓൾറെഡി അത്തരത്തിലുള്ള ഭീകരർക്ക് ഒരു രാജ്യത്തെയും തുരങ്കം വെക്കുവാനോ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് കോട്ടം വരുത്തുന്ന തരത്തിലുള്ള ഭീകരതയ്ക്കും രാജ്യം ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ചെറിയ രീതിയിലുള്ള രാജ്യത്തിനെതിരെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇടപെടൽ ആരിൽ നിന്നെങ്കിലും ഉണ്ടായാൽ തക്ക സമയത്തു തന്നെ ഇടപെടുകയും പോലീസും നമ്മുടെ നിയമവൃത്തങ്ങളുമെല്ലാം ആ ആളുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനും രാജ്യത്തൊരിക്കലും ഭീകരതയ്ക്ക് സ്ഥാനമില്ല എന്ന് അത് സ്ഥാപിക്കുന്നതിനു വേണ്ടി നിരന്തരം ജാഗ്രതയോടുകൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ മഹത്തായ ഇന്ത്യ. അതേ ഒരു ലെവലിൽ തന്നെ പാകിസ്ഥാനും എത്തുകയാണെങ്കിൽ രണ്ട് രാജ്യങ്ങൾക്കിടയിലുമുള്ള നിലനിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. അതുമാത്രമല്ല, നിരപരാധികളായ ഒരാളുകളെയും ഈ പഹൽഗാം അടക്കം ഒരിക്കലും ആവർത്തിക്കുകയില്ല. ഭീകരതയ്ക്കെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. അതിന് ഞങ്ങളുടെ രാജ്യത്ത് ഒരു തരത്തിലുമുള്ള നിലനിൽപ്പ് ഞങ്ങൾ നൽകുകയില്ല, ഭീകരപ്രസ്ഥാനങ്ങൾക്ക് ഞങ്ങൾ ഒരു തരത്തിലും സപ്പോർട്ട് നൽകുന്നില്ല എന്ന് തീരുമാനിക്കുകയും അതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ നിരന്തരമായി നടത്തുകയും അതിനെതിരെ അതീവ ജാഗ്രത പുലർത്തുകയും ചെയ്താൽ പാകിസ്ഥാൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും അവിടെയുള്ള ഭീകരരെ തുടച്ചു മാറ്റുന്നതിന് ഇന്ത്യക്കൊപ്പം നിന്നുകൊണ്ട് ശ്രമിക്കുകയും ചെയ്താൽ ലോകത്ത് നിന്ന് നമ്മുടെ ലോകത്ത് ഒരുപാട് സമാധാനം സ്ഥാപിക്കാൻ സാധിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെടുന്നതിൽ നിന്നും
ഭീകരതയ്ക്കെതിരെയുള്ള ഒരു വലിയ ഇടപെടൽ ലോകത്തിന് മുമ്പിൽ എഴുന്നു നിൽക്കാൻ പാകിസ്ഥാന് സാധിക്കുകയും ചെയ്യും. ഏതായിരുന്നാലും നിലനിൽക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും യുദ്ധക്കെടുതികളുമെല്ലാം വേഗത്തിൽ അവസാനിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.